Good morning, my dear students. Our next topic is functions. It is difficult to prepare and maintain a large sized program. Moreover, the identification of the flow of data is hard to understand. The best way to prepare a programming application is to divide the bigger program into smaller pieces or modules, and the same modules can be repeatedly called from the main function as and when required. ഇപ്പോൾ എന്തിനാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലി, ഒരു കാര്യം നമ്മൾ ചെയ്യുക അല്ലേ. അപ്പം എന്തിനാണ് ഈ ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോഗ്രാം ഒരു ലെങ്തി, ഫോർ എക്സാമ്പിൾ ഒരു 10-20 പേജോളം വരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതോടൊപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ഡാറ്റ ഈസ് ഹാർഡ് ടു ബി അണ്ടർസ്റ്റാൻഡ്. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് പേജ് മുതൽ ഒരു 24 പേജ് വരെ വരുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഫ്രം ദി ബിഗിനിങ് ഓൺവേഴ്സ് നമ്മളത് വായിച്ച് ലൈൻ ബൈ ലൈൻ അത് വായിച്ച് മനസ്സിലാക്കി എല്ലാ പ്രോഗ്രാംസ്, അതായത് ആ പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ദി ബെസ്റ്റ് വേ ടു പ്രിപ്പയർ എ പ്രോഗ്രാം ആപ്ലിക്കേഷൻ ഈസ് ടു ഡിവൈഡ് ദി ബിഗർ പ്രോഗ്രാം ഇൻ ടു സ്മോളർ പീസസ്. അപ്പം ഇതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കുക, അതായത് ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യുക. ആൻഡ് ദി സെയിം മൊഡ്യൂൾസ് ക്യാൻ ബി റിപ്പീറ്റഡ്ലി കോൾഡ് ഫ്രം ദി മെയിൻ ഫങ്ഷൻസ്. ഡിവൈഡ് ചെയ്തിട്ട് എന്താ ചെയ്യുക? മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഓരോ മൊഡ്യൂൾസിനെ നമുക്ക് റിപ്പീറ്റായിട്ട് കോൾ ചെയ്യാം. കോൾ ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴാണോ നമുക്ക് ആ മൊഡ്യൂളിന് ആവശ്യമായി വരുന്നത് അതിനനുസരിച്ച് നമുക്ക് മെയിൻ മെത്തേഡിൽ നിന്നുകൊണ്ട് ആ ഒരു ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം, ആ ഒരു മൊഡ്യൂളിനെ നമുക്ക് കോൾ ചെയ്ത് യൂസ് ചെയ്യാം. ദിസ് സ്മോൾ മൊഡ്യൂൾസ് ഓർ സബ് പ്രോഗ്രാംസ് ആർ ഈസിലി മാനേജബിൾ. ഇങ്ങനെയുള്ള ചെറിയ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ലാർജ് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കുന്നു. ഇങ്ങനെ വരുന്ന ഓരോ മൊഡ്യൂൾസിനെ അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാനും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. അപ്പോൾ ഇതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ലാർജ് പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ മൊഡ്യൂൾസ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റുന്നു. ദെൻ എന്നിട്ട് എവിടെ നിന്നുകൊണ്ടാണ് നമ്മളതിനെ വിളിക്കുന്നത്? ഫ്രം ദി മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ ആ ഫംഗ്ഷനെ മൊഡ്യൂൾസിനെ ആവശ്യമായി വരുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മളതിനെ കോൾ ചെയ്യുന്നു. ഇങ്ങനെ ലാർജ് പ്രോഗ്രാംസ് ഡിവൈഡ് ചെയ്ത് സബ് പ്രോഗ്രാംസ് ആക്കി മാനേജ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ സി സച്ച് സ്മോൾ മൊഡ്യൂൾസ് ആർ കോൾഡ് ഫങ്ഷൻസ്. സിയിൽ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ചെറിയ മൊഡ്യൂൾസിനെ അല്ലെങ്കിൽ സബ് പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ 10.1 ഡിസ്ക്രൈബ് ദി മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് എ പ്രോഗ്രാം. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതാണ് നമ്മുടെ മെയിൻ മെത്തേഡ്. ഈ മെയിൻ മെത്തേഡിലുള്ള നമ്മുടെ ലാർജ് പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്ത് എന്താക്കി മാറ്റുന്നു? ചെറിയ ചെറിയ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആക്കി മാറ്റുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5. അതായത് നമ്മുടെ ലെങ്തി പ്രോഗ്രാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്നു, മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആക്കി മാറ്റുന്നു, ഒന്നിലധികം ഫങ്ഷൻസ് ആക്കി മാറ്റുന്നു. ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് എന്ന് പറയുന്നത്. ദി പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ ദി സി ലാംഗ്വേജ് ആർ ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഫങ്ഷൻസ്. ഈ പ്രോഗ്രാം നമ്മൾ സി ലാംഗ്വേജിൽ എഴുതുന്ന ഏതൊരു പ്രോഗ്രാമും ഏത് ഫങ്ഷനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഹൈലി ഡിപ്പെൻഡ് ഓൺ ഫങ്ഷൻസ്. എവറി സി പ്രോഗ്രാം സ്റ്റാർട്ട് വിത്ത് ദി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ മെയിൻ മെത്തേഡ്. നമ്മൾക്കറിയാം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമിങ്ങിലും ഹെഡർ ഫയലിന് ശേഷം നമ്മൾ കൊടുത്തിട്ടുള്ളത് വോയിഡ് മെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? സി പ്രോഗ്രാംസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ഫങ്ഷൻ വഴിയാണ്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ആയ മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും സി പ്രോഗ്രാം ഓൾവേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈച്ച് ടൈം വെൻ എ ന്യൂ പ്രോഗ്രാം ഈസ് സ്റ്റാർട്ടഡ് മെയിൻ ഫംഗ്ഷൻ മസ്റ്റ് ബി ഡിഫൈൻഡ്. ഓരോ പ്രാവശ്യവും നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഒരു മെയിൻ മെത്തേഡ് എഴുതി എന്ന് വെച്ച് അടുത്ത പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ എഴുതാതിരിക്കുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണോ നമ്മൾ പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴെല്ലാം എവിടെ നിന്നാണ് ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? മെയിൻ മെത്തേഡിൻ്റെ അകത്തായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ദി മെയിൻ ഫംഗ്ഷൻസ് കോൾ അനദർ ഫംഗ്ഷൻ ടു ഷെയർ ദി വർക്ക്. ഒരു മെയിൻ മെത്തേഡിൽ നിന്നുകൊണ്ട് നമുക്ക് വേറൊരു ഫംഗ്ഷനെ അല്ലെങ്കിൽ മൊഡ്യൂളിനെ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി പറ്റും.
ദി സി ലാംഗ്വേജ് സപ്പോർട്ട് 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. സി ലാംഗ്വേജിൻ്റെ അകത്ത് 2 ടൈപ്പ് ഫങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ലൈബ്രറി ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡ് വൺ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പം സി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് ലൈബ്രറി ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. ദി ലൈബ്രറി ഫങ്ഷൻസ് ആർ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഫങ്ഷൻസ്. ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് സി പ്രോഗ്രാമിൽ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. Their task is limited. അവരുടെ ടാസ്ക് ലിമിറ്റഡ് ആണ്. എ യൂസർ ഷുഡ് നോട്ട് വറി ടു അണ്ടർസ്റ്റാൻഡ് ദി ഇന്റേണൽ വർക്കിംഗ് ഓഫ് ദിസ് ഫങ്ഷൻസ്. യൂസറിന് ആ ഫങ്ഷൻ്റെ അകത്തെ ഇന്റേണൽ വർക്കിങ്ങിനെ പറ്റി വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, ഇത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. വൺസ് ക്യാൻ ഓൺലി യൂസ് ദി ഫങ്ഷൻസ് ബട്ട് കനോട്ട് ബി ചേഞ്ച് ഓർ മോഡിഫൈ ദം. നമുക്ക് ആ ഫങ്ഷൻസിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഗെറ്റ് CH എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ് അല്ലേ. അതുപോലെ CLR CR ഫങ്ഷൻസ് കൊടുക്കാറുണ്ട്, മെത്തേഡ് കൊടുക്കാറുണ്ട്. അതെന്തിനാണ്, ക്ലിയർ ദി സ്ക്രീൻ. അത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇല്ല. യൂസറിന് അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റില്ല. അതിൻ്റെ വർക്ക്സ് എന്താണ് എന്നുള്ളത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ SQRT ഓഫ് 81 ഗീവ്സ് റിസൾട്ട് 9. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് ഇരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് SQRT. SQRT എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ്. 81ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്. ഈ SQRT എന്ന് പറയുന്ന ഫങ്ഷൻസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. അതിൻ്റെ ജോബ് എന്താണ്, ഒരു വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജോബ്. അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ SQRTക്ക് പകരം ഈ 6 കട്ട് ചെയ്ത് SQT ഓഫ് 81 എന്ന് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ഇത് വി കാൻ ചേഞ്ച് ഓർ മോഡിഫൈ ദം. ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. ഹിയർ ദി യൂസർ need not worry about its source code but the result should be provided by the functions. ഇങ്ങനെ കൊടുക്കുമ്പം ഇതിൻ്റെ അകത്തുള്ള എന്താണ് വർക്കിംഗ് എന്നതിനെ പറ്റിയുള്ള വറി ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ദി ഫങ്ഷൻസ് ഡിഫൈൻഡ് ബൈ ദി യൂസർ അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെയർ റിക്വയർമെൻറ്റ് ആർ കോൾഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിന് പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ യൂസർ ക്യാൻ മോഡിഫൈ ദി ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദി റിക്വയർമെൻറ്റ്. അങ്ങനെ യൂസർ ഡെവലപ്പ് ചെയ്യുന്ന ഫങ്ഷന് യൂസറിന് മോഡിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടായിരിക്കും. എ യൂസർ സർട്ടൻ അണ്ടർസ്റ്റാൻഡ് ദി ഇന്റേണൽ വർക്കിംഗ് ഓഫ് ദി ഫംഗ്ഷൻ. നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്തിനാണ് ആ ഫംഗ്ഷൻ എഴുതുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് നമുക്ക് അത് ഉണ്ടായിരിക്കണം. ദി യൂസർ ഹാസ് ഫുൾ സ്കോപ്പ് ടു ഇംപ്ലിമെൻറ്റ് ഹിസ് ഓർ ഹെയർ ഓൺ ഐഡിയാസ് ഇൻ ദി ഫങ്ഷൻസ്. ഇപ്പോൾ യൂസർ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഒരു സം ഓഫ് ടു നമ്പേഴ്സിൻ്റെ കാണാനുള്ള ഒരു പ്രോഗ്രാം എഴുതുകയാണ്. അത് ഞാനൊരു ഫംഗ്ഷൻ്റെ അകത്താണ് ചെയ്യുന്നതെങ്കിൽ യൂസറിന് അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. എന്തിനാണ് നമ്മൾ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ നമ്മൾ പോകുന്നത്, ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള പെർമിഷൻ ആർക്കുണ്ടാകും, യൂസറിനുണ്ടാകും. എന്തുകൊണ്ട്, അത് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ ആയതുകൊണ്ട്. ദസ് the set of such user-defined functions can be useful to another programmers. One should include the file in which the user-defined functions are stored to call the functions in the program. നമ്മളൊരു user-defined function ഡിഫൈൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോഗ്രാമിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ് square of 9 be a user-defined function that give the result 81. Here the user knows the internal working of the square of function as its source code is visible. This is the major difference between the two type of functions. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഇവിടെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് SQRT. SQRT എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഫങ്ഷൻസ് ആണ്. അത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഇതിന് SQRT എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, യൂസർ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ് സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ആയിരിക്കും നമ്മൾ കൊടുക്കുക, ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അതാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ആ സോഴ്സ് കോഡ് വിസിബിൾ ആയിരിക്കും. ആ സോഴ്സ് കോഡിൽ ചേഞ്ച് ചെയ്യാൻ യൂസറിന് പറ്റും, മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ പെർമിഷനും ഇത് യൂസർ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ യൂസറിനെ എന്ത് വേണമെങ്കിലും ആ ഫംഗ്ഷൻ്റെ അകത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം തന്നെ യൂസർ ഡിഫൈൻ ചെയ്തതാണ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന SQRT എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഫംഗ്ഷനാണ്. അത് പ്രീ ഡിഫൈൻഡ് ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബേസിക് ഓഫ് എ ഫംഗ്ഷൻ. A function is a self-contained block or subprogram of one or more statement that perform a
സ്പെഷ്യൽ ടാസ്ക് വെൻ കോൾഡ്. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സബ് പ്രോഗ്രാം എന്നാണ് പറയുന്നത് ഓഫ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിൻ്റെ അകത്ത് എന്താണ്? സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. അതെന്താണ് പെർഫോം ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ എഴുതുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ? ഒരു വാല്യൂവിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള സോഴ്സ് കോഡായിരിക്കും എഴുതുക. ആ ഒരു പ്രോഗ്രാം, ആ ഒരു ഫംഗ്ഷനെ നമുക്ക് നമ്മുടെ മെയിൻ മെത്തേഡിൽ നിന്നുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കതിനെ കോൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ബേസിക് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി വൈ യൂസ് ഫംഗ്ഷൻ? എന്തിനാണ് നമ്മൾ ഈ ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യുന്നത്? ഇഫ് യു വാണ്ട് ടു പെർഫോം എ ടാസ്ക് റിപ്പീറ്റഡ്ലി ദെൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു റീറൈറ്റ് ദി പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് ദി പ്രോഗ്രാം again and again. Shift the particular block of a statement in a user defined function. The function defined can be called any number of times to perform a task. അതായത് ഇപ്പം നമുക്കൊരു ടാസ്ക് റിപ്പീറ്റ് ആയിട്ട് പെർഫോം ചെയ്യണം. അപ്പോൾ ആ ടാസ്ക് റിപ്പീറ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ കോൾ ചെയ്യേണ്ട, എപ്പോഴും ആ ഒരു സോഴ്സ് കോഡ് റിപ്പീറ്റ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നമ്മളൊരു ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ആ പ്രോഗ്രാം എഴുതുകയാണ്. എപ്പോഴൊക്കെയാണോ ആ ഒരു സെറ്റ് ഓഫ് സോഴ്സ് കോഡ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഓക്കെ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണ്, സി പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ. അപ്പോൾ ഇതൊക്കെ പെർമനൻ്റ് ആണ്. ഇത് നിങ്ങൾ തേർഡ് ഇയർ വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് വോയിഡ് അഡ്രസ് ഓഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വോയിഡ് മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നെയിമും ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത് യൂസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളത് ആ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് കീപ്പ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോഴും ഇതേ രജിസ്റ്റർ നമ്പറും നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും തന്നെയായിരിക്കും. വീണ്ടും ഞാൻ സെക്കൻഡ് ഇയറിൽ ചെന്നിട്ട് ഈ ഒരു സോഴ്സ് കോഡ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സെക്കൻഡ് ഇയർ കേസിൽ നിങ്ങളുടെ മാർക്ക് മാത്രമേ, സബ്ജക്റ്റും മാർക്കും മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഇതേ ഫംഗ്ഷനെ അവിടെ കോൾ ചെയ്യുന്നു. വീണ്ടും നിങ്ങൾ തേർഡ് ഇയറിൽ ചെല്ലുമ്പം ഇതേ ഫംഗ്ഷൻ തന്നെയാണ് അവിടെയും വരുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുക? വോയിഡ് ഡീറ്റെയിൽസ് എന്ന് പറയും, മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ ഞാൻ അവിടെ കോൾ ചെയ്യുന്നു. ദെൻ ഫോർത്ത് സം, ഫിഫ്ത്ത് സം, സിക്സ്ത് സം, അപ് ടു സിക്സ്ത് സം വരെ നിങ്ങൾക്ക് എന്ത് തന്നെയായിരിക്കും? ഇതേ നെയിമും രജിസ്റ്റർ നമ്പറും അഡ്രസ്സും ആയിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുക? ആ മെയിൻ അഡ്രസ്സ് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് ആ ഒരു ഫംഗ്ഷനെ ഞാൻ അവിടെ കോൾ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് റിപ്പീറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതായത് റിപ്പീറ്റായിട്ട് പെർഫോം ചെയ്യുന്ന ടാസ്കുകളെ നമുക്ക് വീണ്ടും വീണ്ടും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റിലെ തന്നെ നമ്മളതൊരു ഫംഗ്ഷൻ്റെ അകത്തോട്ട് എഴുതുന്നു. എന്നിട്ട് ആ ഫംഗ്ഷൻ നെയിമിനെ ആയിരിക്കും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മുടെ ലാർജ് പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്ത് സ്മോൾ പ്രോഗ്രാംസ് ആക്കി മാറ്റുന്നു. അതാണ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് നമ്മുടെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, ഇഫ് യു വാണ്ട് ടു യൂസ് ദാറ്റ്, ഇഫ് യു വാണ്ട് ടു പെർഫോം ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക് റിപ്പീറ്റഡ്ലി, വി ക്യാൻ നോട്ട് നീഡ് ടു റൈറ്റ് ദാറ്റ് കോഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. ആ സെയിം കോഡ് നമ്മൾ വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമില്ല. പകരം ഏത് ഫംഗ്ഷൻ്റെ അകത്താണോ ആ കോഡുകൾ എഴുതിയിരിക്കുന്നത് ആ ഫംഗ്ഷനെ മാത്രം നമ്മൾ കോൾ ചെയ്താൽ മതിയാകും. Using functions, a large program can be reduced to smaller ones. It is easy to debug and find out the error. It also increase readability. ഈ ഫംഗ്ഷൻ്റെ മറ്റൊരു ഉപയോഗമാണ് ലാർജ് പ്രോഗ്രാംസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോൾ പ്രോഗ്രാംസ് ആക്കി മാറ്റുന്നു. അങ്ങനെ സ്മോൾ പ്രോഗ്രാംസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ ഡീബഗ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് എറർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പവും ഉണ്ടാകും. കൂടാതെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ആ സോഴ്സ് കോഡ് എന്തിനാണെന്നുള്ളതും പെട്ടെന്ന് റീഡബിലിറ്റി ആയിരിക്കും. നമുക്കത് വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.